വളാഞ്ചേരി പെരിന്തൽമണ്ണ പാതയിലെ കുളത്തൂർ പാലം നിർമ്മാണം നീണ്ടുപോകുന്നത് മൂലം പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതം വർദ്ധിക്കുന്നു. പാലം നിർമ്മാണം ഏറെ വൈകുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വളാഞ്ചേരി പെരിന്തൽമണ്ണ പാതയിലെ കുളത്തൂർ പാലം നിർമ്മാണം നീണ്ടുപോകുന്നതിനിടെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതം വർദ്ധിക്കുന്നു. പാലം പണി നടക്കുന്നതിനാൽ സമീപത്തെ വയലിലൂടെ ഒരുക്കിയ താൽക്കാലിക റോഡിലൂടെയായിരുന്നു വാഹന ഗതാഗതം. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വയലിൽ വെള്ളം കയറിയതോടെ താൽക്കാലിക റോഡ് വെള്ളത്തിനടിയിലാവുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്നാണ് നിർമ്മാണം പൂർത്തിയാകാത്ത പാലത്തിന്റെ ഒരു ഭാഗം താൽക്കാലികമായി തുറന്നുകൊടുത്ത് വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ടത്. ഇതോടെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാനായി. അതേസമയം പാലം നിർമ്മാണം ഏറെ വൈകുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഹോസ്പിറ്റൽ സിറ്റിയാണ് പെരിന്തൽമണ്ണ പറയുന്നത്. നിരന്തര ആംബുലൻസിൽ ഒരു ദിവസം തന്നെ 10-200 ആംബുലൻസുകൾ പോണതാണ്. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് MES ജോലിക്ക് പോകണവർക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ടൈമിന് കാര്യങ്ങൾ എത്താത്ത പല പ്രശ്നങ്ങളുമുണ്ട്. നല്ല ഇത് റോഡ് കുറച്ച് മുന്നേ തുടങ്ങുകയാണെങ്കിൽ ഈ മഴക്കാലം ആവണതിൻ്റെ മുന്നേ പണി തീരുമ്പോൾ ഇത്ര വിഷയം ഉണ്ടായിരുന്നില്ല. കാലത്ത് സ്കൂൾ ടൈം, ഓഫീസ് ടൈമൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പാലത്തിൻ്റെ വർക്ക് തീർന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊജക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. മഴ വന്നതിന് ശേഷമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി ഫുള്ളായിട്ട് മഴ പെയ്ത് കാരണം ചെറുവണ്ടികളൊക്കെ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വണ്ടികൾ അങ്ങനെ പോക്കറ്റ് റോഡ് ബേസ് ചെയ്തിട്ടാണ് കാലത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിച്ചു വന്നിടേക്ക് ഇവർ ഇതിങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കണ്ട് ചെറുവണ്ടികളൊക്കെ കടത്തി വിട്ടുകൊണ്ട് ഇന്ന് കുറേയൊക്കെ ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്. 1.5 മാസം മുൻപ് പൂർത്തിയാകേണ്ടിയിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. നിർമ്മാണ ജോലികളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതിനെ തുടർന്നാണ് പണി വൈകിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ 1 മാസം മുന്നേ തീരേണ്ട വർക്കാണ്. അതായത് മഴൻ്റെ ഒരു 1.5 മാസം മുന്നേ വർക്ക് ഫുള്ള് തീരേണ്ട. പക്ഷേ ബംഗാളികൾ നാട്ടിൽ പോയിട്ട് 1 മാസത്തോളം ലേബേഴ്സ് പണിക്കാരെ ലഭ്യത കുറവ് കാരണം പണി 1 മാസം 1.5 മാസം വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ബംഗാളികൾ നാട്ടിലേക്ക് എത്തി പണി പെട്ടെന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ വണ്ടി ഇപ്പം ഇന്ന് പിന്നെ ഒരു സൈഡ് വിടൽ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ഒരു 10-20 ദിവസം കൊണ്ട് ഇവിടുത്തെ പാലത്തിൻ്റെ ഫുള്ള് പണി, ഈ ഭാഗത്തുള്ള ഫുള്ള് പണി കഴിയും. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഈ പ്രധാന പാതയിലെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.